സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ ആഞ്ഞടിക്കുന്ന തിരമാലകളെ പോലെ അങ്ങുറുള്ള അങ്ങാടി മുറ്റത്തെ കുരുമുളക് പോലൊക്കെ ഉരുളണ പോലല്ല. ദാറ്റ് ഈസ് എ ബിസിനസ്. എങ്കോർ ബിസിനസ് മറ്റുള്ള ബിസിനസ് പോലെയല്ല കോഴിമുട്ട കച്ചവടം. കോഴിമുട്ട എന്ന് പറഞ്ഞാൽ നിലത്ത് വീണ് പൊട്ടി ലാഭവും നഷ്ടവും തന്നെ അതിൽ പോയേക്കാം. അതേപോലെ നിലത്ത് വീണ് പൊട്ടിയ ലാഭവും നഷ്ടവും പോവില്ല, മുതലെങ്കിലും ഉണ്ടാവും. അപ്പോൾ ചന്തിക്കനോ അതിൻ്റെ ശിവൻകുട്ടിയെ എന്താ ചന്തിക്കനത്തിൻ്റെ ഉസാറ് അപ്പോൾ ഇതാണ് പോത്ത്. നമ്മൾ ഈ പോത്തിന് വില ചോദിക്കുന്നത് 65,000 റുപ്യ ചോദിക്കുന്നത്. കച്ചവടത്തിൻ്റെ എന്തെങ്കിലും നീക്കുപോക്ക് അനുസരിച്ചിട്ട് നമ്മൾ ചെറിയൊരു മാറ്റത്തിൽ നമുക്ക് കൊടുക്കാം. നല്ല പോത്താണ്, നല്ല ചെവിപ്പോള വലിപ്പമുണ്ട്. അല്ല, ചെവിപ്പോളൊക്കെ വലിപ്പമുള്ള പോത്താണ്. അത്യാവശ്യം ഹൈറ്റിൽക്കുണ്ട്, പുറമിരിവുണ്ട്. പിന്നെ ചന്തിക്കനം കുറച്ച് കൂടാനുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേന് ചന്തിക്കനൊക്കെ വരും. അപ്പോൾ അത്യാവശ്യം ഹൈറ്റുണ്ട്. പിന്നെ മൂണത പൊന്തിക്കണം, മൂണയും ഉണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ മാത്രമല്ല ഇവിടെ 2 പോത്തുകുട്ടികളെ വേറെ കൊടുക്കാണ്ട്. മാത്രമല്ല വെള്ളം തട്ടി കളയും, അതൊക്കെയാണ് പിന്നെ കുഴപ്പം. പിന്നെ 2 പോത്തുകുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മൾ 60 ഉറുപ്പിക ചോദിക്കുന്നത് 2 എണ്ണത്തിലിട്ടാ. അതിന് ആ ഒരു പോത്തിന് നമ്മൾ 65 ചോദിക്കുന്നുണ്ട്. കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നീക്കുപോക്കുകൾ നടത്താൻ പറ്റും. ഇത് 60 ഉറുപ്പിക ചോദിക്കുന്നത് രണ്ടും പാടെ. കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നീക്കുപോക്കുകൾ ഇതിൽ നടത്താൻ പറ്റും. അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് നമ്മളെ മുതലും കാര്യങ്ങളൊക്കെ. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക. നമ്പറും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല എടപ്പാൾ ചങ്ങരംകുളം എന്നൊക്കെ പറയും. അവിടുന്ന് പന്താവൂർ എന്ന സ്ഥലമുണ്ട്. പന്താവൂർ കക്കിടിപ്പുറം എന്ന സ്ഥലത്താണ്. പിന്നെ പ്രധാനപ്പെട്ട ടൗൺ വരുന്നത് എടപ്പാൾ ചങ്ങരംകുളം. അതിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ പിന്നെ നമ്മളെ പോത്തും കാര്യങ്ങളൊക്കെ വരുന്നത്, തോത്തും കാര്യങ്ങളൊക്കെ വരുന്നതും. അപ്പോൾ ആവശ്യക്കാരെ വിളിച്ചോളി. നമ്പറും കാര്യങ്ങളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യുക, ബെല്ലും ബ്രേക്കൊന്ന് കയറിയാൽ പറ്റും. ലെറ്റ്സ് ഗോ ദ വീഡിയോ.